പുതുമയും അർപ്പണബോധവും ഒരുമിപ്പിച്ചപ്പോൾ പിറന്ന വിജയഗാഥയാണ് വിഷയം. BIDS പിലാനിയുടെ ഹൈദരാബാദ് ക്യാമ്പസിലെ രണ്ട് മിടുക്കരായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ റഡാറുകൾക്ക് പിടികൊടുക്കാതെ കൃത്യമായി ബോംബ് വീഴ്ത്താൻ കഴിവുള്ള അതിവേഗ ഡ്രോൺ വികസിപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർ വികസിപ്പിച്ച ഡ്രോണിന് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ഓർഡറും കിട്ടി. മണിക്കൂറിൽ 300 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാൻ ശേഷിയുള്ള ഈ ഡ്രോൺ നിർമ്മിച്ചത് പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഹോസ്റ്റൽ മുറിയിലായിരുന്നു എന്നതാണ് അടുത്ത പ്രത്യേകത. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നുള്ള 20 വയസ്സുകാരനായ ജയന്ത് ഖത്രിയും കൊൽക്കത്തയിൽ നിന്നുള്ള ശൗര്യ ചൗധരിയുമാണ് ഈ ശ്രദ്ധേയമായ നേട്ടത്തിന് പിന്നിൽ. ഹോസ്റ്റൽ മുറിയിലെ ചെറിയ പരീക്ഷണങ്ങളിൽ നിന്നാണ് അവരുടെ ഈ യാത്ര ആരംഭിച്ചത്. ഈ പരീക്ഷണങ്ങൾ പിന്നീട് അവരുടെ സ്റ്റാർട്ടപ്പ് സംരംഭമായ അപ്പോളിയോൺ ഡൈനാമിക്സിന്റെ രൂപീകരണത്തിലേക്കും നയിച്ചു. അവരുടെ ആദ്യ പ്രോട്ടോടൈപ്പ് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും അതിജീവിക്കാൻ കഴിവുള്ളതായിരുന്നു. ഇത് സൈന്യത്തിന് പ്രവർത്തനപരമായ എളുപ്പം ഉറപ്പാക്കി. കർശനമായ പരീക്ഷണങ്ങൾക്ക് ശേഷം തങ്ങളുടെ നൂതനാശയം ഇന്ത്യൻ സൈന്യത്തിന് മുൻപിൽ അവതരിപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഈ യുവപ്രതിഭകൾ നേരിട്ടത്. സൈന്യവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ ജയന്ത് ഖത്രി ഉപയോഗിച്ചത് ലിങ്ക്ഡിനും ഇമെയിലുമായിരുന്നു. സൈന്യത്തിൽ നിന്ന് ലിങ്ക്ഡിനിലോ മറ്റെവിടെയെങ്കിലുമോ എനിക്ക് കണ്ടെത്താൻ കഴിയുന്ന ആർക്കും ഇമെയിൽ അയച്ചുകൊണ്ട് ഞാൻ എന്റെ ആശയം പങ്കുവച്ചു. ഭാഗ്യവശാൽ ഒരു കേണൽ മറുപടി നൽകി. ഡ്രോൺ ഡെമോയ്ക്കായി ഞങ്ങളെ ചണ്ഡീഗഡിലേക്ക് ക്ഷണിച്ചുവെന്നും ഖത്രി ഓർക്കുന്നു. ചണ്ഡീഗഡിൽ നടന്ന തത്സമയ ഡെമോയിൽ കൃത്യമായ പേലോഡ് ഡ്രോപ്പ്, റഡാർ ഒഴിവാക്കാനുള്ള കഴിവ് എന്നിവയുൾപ്പെടെ ഡ്രോണിന്റെ മികച്ച കഴിവുകൾ അവർ വിജയകരമായി പ്രദർശിപ്പിച്ചു. ഇത് ഇന്ത്യൻ സൈന്യത്തെ വല്ലാതെ ആകർഷിച്ചു. പിന്നീട് ഇത് വിവിധ റെജിമെന്റുകളിലും സാഹചര്യങ്ങളിലും കൂടുതൽ പ്രകടനങ്ങൾക്ക് വഴിയൊരുക്കി. ഒടുവിൽ ഇന്ത്യൻ സൈന്യം ഡ്രോണിൽ ആകൃഷ്ടരായി. ഞങ്ങൾക്ക് ഒരു ഓർഡർ ലഭിച്ചു. ഇതിന് 1 കിലോയിൽ കൂടുതൽ ഭാരമുള്ള പേലോഡ് ലക്ഷ്യത്തിലേക്ക് കൃത്യമായി വീഴ്ത്താൻ കഴിയും. അതും റഡാറിൽ നിന്ന് കണ്ടെത്താനാകാതെയെന്നും ഖത്രി അഭിമാനത്തോടെ പറയുന്നു. ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ഓർഡർ ലഭിച്ചതിന് ശേഷം തങ്ങളുടെ ടീം വികസിപ്പിച്ചുവെന്നും 6 രണ്ടാം വർഷ വിദ്യാർത്ഥികൾ കൂടി പുതിയതായി ചേർന്നുവെന്നും ഖത്രി അറിയിച്ചു. ലംബമായ ടേക്ക് ഓഫ്, ലാൻഡിംഗ് ശേഷിയുള്ള ഫിക്സഡ് വിംഗ് ഡ്രോൺ വികസിപ്പിക്കുക എന്നതാണ് അവരുടെ അടുത്ത ലക്ഷ്യം. അക്കാദമിക് മികവിനപ്പുറം പ്രായോഗികമായ കണ്ടുപിടുത്തങ്ങളിലൂടെ രാജ്യത്തിന് മുതൽക്കൂട്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജയന്തും ശൗര്യയും. ഒരു ഹോസ്റ്റൽ മുറിയിൽ തുടങ്ങിയ ഈ ആശയം ഇന്ത്യൻ സൈന്യത്തിന് കരുത്തു പകരുന്ന ഒരു സാങ്കേതിക വിദ്യയായി മാറിയത് യുവ പ്രതിഭകളുടെ അസാമാന്യമായ കഴിവിനും കഠിനാധ്വാനത്തിനും ലഭിച്ച അംഗീകാരമാണ്.